ചിരിക്കുമ്പോൾ കൂടെ ചിരിക്കാൻ 1000 പേർ വരും. കരയുമ്പോൾ കൂടെ കരയാൻ നിന്നിഴൽ മാത്രം വരും. നിന്നിഴൽ മാത്രം വരും. ചിരിക്കുമ്പോൾ നമ്മളുടെ സന്തോഷത്തിൽ പങ്കുചേരാൻ ഈ ലോകം മുഴുവൻ വരും, അല്ലേ? ചിലർ വരില്ല കേട്ടോ, അസൂയാലുക്കളുണ്ട്, അവർ വരില്ല. അവർ ചിരിക്കുമ്പോൾ നമ്മുടെ ഒപ്പം ചിരിക്കാനായിട്ട് വരില്ല. എന്നാൽ സങ്കടപ്പെടുമ്പോഴും കഷ്ടപ്പാട് വരുമ്പോഴും പ്രയാസങ്ങളിൽ പെട്ട് ഉഴലുമ്പോഴും അപ്പം ആരാണ് വരുന്നത്? ഒരുപക്ഷെ ആരും ഉണ്ടാകും, നമ്മൾ മാത്രം ആ സങ്കടക്കടലിൽ ഒറ്റയ്ക്കുണ്ടാവും. അതല്ലേ സത്യം, പരമാർത്ഥം, അല്ലേ? ഒരിക്കലും അങ്ങനെ ആവരുത്. സന്തോഷത്തിൽ പങ്കുചേരാൻ അവർക്കൊപ്പം കോടിക്കണക്കിന് ആളുകൾ ഉണ്ടാവാം. എന്നാൽ ആ ദുഃഖിക്കുന്നവർക്ക് ഒപ്പമല്ലേ നമ്മൾ നിൽക്കേണ്ടത്? ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിലും മനസ്സുകൊണ്ടെങ്കിലും അവർക്കൊപ്പം നിൽക്കും. ഒരു ചെറിയൊരു ഉദാഹരണം, എനിക്ക് തോന്നിയ ഒരു കാര്യം, അപ്പോൾ അത് വീഡിയോയിലൂടെ ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. അടുത്തറിയുന്ന ഒരു സ്ഥാപനത്തിൽ ഒരു വ്യക്തിക്ക്, അവിടെ ജോലി ചെയ്യുന്ന ഒരു വ്യക്തിക്ക് വളരെ ക്രിട്ടിക്കലായിട്ടൊരു അസുഖവും അതിനെ ചൊല്ലി കുറേ പൈസ ആവശ്യമായിട്ടുണ്ട്. പക്ഷേ ആ സ്ഥാപനത്തിലുള്ളവർ ആരും തന്നെ അതറിഞ്ഞ ഭാവം നടിച്ചില്ല, ആരും തന്നെ സഹായിച്ചില്ല. എന്നാൽ അതേ സ്ഥാപനത്തിൽ അതേ സമയത്ത് സന്തോഷകരമായ പ്രവൃത്തികളിൽ എല്ലാവരും പങ്കുചേരുന്നു, എല്ലാവരും അവരെ സഹായിക്കുന്നു, അവർക്ക് ഗിഫ്റ്റ് കൊടുക്കുന്നു. പക്ഷേ ഈ ആവശ്യം വന്ന ആളുടെ ഒപ്പം മാത്രം ആരും ഉണ്ടായിരുന്നില്ല. എന്തായിരിക്കും ആ വ്യക്തിയുടെ മനസ്സിൽ കൂടി പോയിട്ടുണ്ടാവുക? ഞാൻ ഇത്ര കാലം ഞാൻ ഇവർക്കൊപ്പം നിലകൊണ്ടിട്ട് ഒരാൾ പോലും വന്നില്ലല്ലോ. നമ്മൾ അങ്ങനെ ആവരുത്, ഒരിക്കലും അങ്ങനെ ആവരുത്. കാരണം നമ്മൾ ഇത്തരക്കാരെ സഹായിക്കുമ്പോൾ അവരുടെ പ്രാർത്ഥനകളിൽ, അവരുടെ മനസ്സിൽ മരണം വരെ നമ്മൾ ഉണ്ടാവും. കാരണം അവർ ആത്മാർത്ഥമായിട്ട് നമുക്ക് വേണ്ടി നിലകൊള്ളും. അതല്ലേ ജീവിതത്തിൽ വേണ്ടത്. അല്ലാതെ ചിരിക്കുമ്പോൾ ഒപ്പം ചിരിച്ച് അവരെ വിട്ടിട്ട് പോവുകയല്ല ചെയ്യേണ്ടത്. ഒപ്പം നിൽക്കണം.